Hello everyone, welcome back. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വിവിധ എൻട്രൻസ് എക്സാമുകളിൽ വളരെയധികം കുട്ടികൾ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാവുന്ന ഒരുപാട് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾക്ക് ഇന്ത്യയിലുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് വിവിധ മേഖലകളിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടത്തുന്ന എക്സാമാണ്. ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്ന് ഇത്തവണ 37 സബ്ജക്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള പബ്ലിക് നോട്ടീസ് മാർച്ച് 1 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് 22 ലാസ്റ്റ് ഡേറ്റ്. സോ 3 വീക്സ് ആണ് നമുക്കുള്ള സമയം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓൾമോസ്റ്റ് 2 വീക്സേ ഉള്ളൂ. അതിൽ തന്നെ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഫീ പേ ചെയ്യേണ്ടത് മാർച്ച് 23 കറക്ഷൻ 24, 26 ഒരു 3 ദിവസം മാർച്ചിൽ കറക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിലുള്ള കറക്ഷന് വേണ്ടിയിട്ടുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ സിറ്റി ഓഫ് എക്സാമിനേഷൻ, അഡ്മിറ്റ് കാർഡ്, ഡേറ്റ് ഓഫ് ഈ വക കാര്യങ്ങൾ പിന്നീട് അറിയിക്കും. എന്നാൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മെയ് 8 മുതൽ ജൂൺ 1 വരെ ഓൾമോസ്റ്റ് ഒരു 23 ദിവസത്തോളം എക്സാം നടക്കുന്നുണ്ട്. ടെൻറ്റേറ്റീവ് ആണ്. അതിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് ഏതൊക്കെ ദിവസങ്ങളിൽ എക്സാം വരുന്നു എന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റിനനുസരിച്ചൊക്കെയാണ് വരിക. സോ ഒരുപാട് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളായിട്ട് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൻ്റെ റെക്കോർഡഡ് റെസ്പോൺസ് അത് ലേറ്റർ അനൗൺസ് ചെയ്യും. വെബ്സൈറ്റ് CUET.NTA.NIC.in ആണ് വെബ്സൈറ്റ്. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഏത് ഡേറ്റിൽ ഡിക്ലെയർ ചെയ്യുന്നുള്ളതും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് CUETയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ ലാംഗ്വേജസ് 13 ലാംഗ്വേജുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. 13 ലാംഗ്വേജുകളിൽ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമൊക്കെ അടക്കമുള്ള ലാംഗ്വേജസിലാണ് എക്സാം നടക്കുന്നത്. ഓൺലൈൻ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി കണ്ടക്ട് ചെയ്യുന്നത് NTA തന്നെയാണ്. ഫീസ് കാറ്റഗറി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ 37 സബ്ജക്റ്റുകളിൽ ഒരാൾക്ക് പരമാവധി 5 സബ്ജക്റ്റുകൾ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. 5 ടെസ്റ്റ് പേപ്പർ, 5 ടെസ്റ്റുകൾ മാത്രമേ സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം അത് 6 ആയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷം 61 ഒരുപാട് ലാംഗ്വേജസും ഡൊമൈൻ സബ്ജക്റ്റുകളും കൂടുതലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ ടെസ്റ്റ് പേപ്പറുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ ലാംഗ്വേജസിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഏതായാലും 5 പേപ്പറുകൾ മാത്രമാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. 3 പേപ്പറുകൾക്കുള്ള ഫീസ് ജനറൽ, OBC, SC, ST, ഡിഫറൻഷ്യൽ ഏബിൾഡ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ സെൻട്രൽ ഔട്ട്സൈഡ് ഇന്ത്യ അടക്കമുള്ള കാര്യങ്ങളിവിടെ കാണാം. സോ ജനറലിന് 1000 രൂപയാണ് 3 സബ്ജക്റ്റ് വരെ. OBC, NCL ആണെങ്കിൽ 900 രൂപയാണ്. അഡീഷണൽ സബ്ജക്റ്റുകൾക്ക് 400 രൂപ, 375, 380. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 1800. അപ്പോൾ നമ്മൾ 5 സബ്ജക്റ്റുകൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് 1000 രൂപയും പിന്നെ 2 അഡീഷണൽ സബ്ജക്റ്റുകൾ 2 × 400 1800 റുപ്പീസ് ആയിരിക്കും ഫീസ് ഇനത്തിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരിക. മറ്റ് കാറ്റഗറി സ്റ്റുഡൻസിന് അതിനനുസരിച്ചുണ്ടാവും. സോ ഇതാണ് വരാൻ പോകുന്ന പരമാവധി ഫീസ്. ജനറൽ കാറ്റഗറിക്ക് 1800 രൂപയാണ്. ഇനി ഏതൊക്കെയാണ് ലാംഗ്വേജസ്? ടോട്ടൽ സബ്ജക്റ്റുകളുടെ എണ്ണം 37 13 ലാംഗ്വേജ് സബ്ജക്റ്റുകളുണ്ട്. 13 ലാംഗ്വേജസ്, 23 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ്. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് കടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BSc ഫിസിക്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫിസിക്സ് സ്വാഭാവികമായിട്ടും ആ എക്സാം നമ്മൾ എഴുതേണ്ടി വരും. അതുകൂടാതെ മറ്റുള്ള ഒരുപാട് കോഴ്സുകൾക്ക് ഒരു കോമൺ ടെസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ 13 + 23 + 1 ടോട്ടൽ 37 ടെസ്റ്റ് പേപ്പറുകളുണ്ട്. മീഡിയം 13 ലാംഗ്വേജുകളിലായിട്ട് എക്സാം നടക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ടു ബി ടെസ്റ്റഡ് ത്രൂ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതിൻ്റെ എങ്ങനെയാണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. NCERT സിലബസ് ആണ് ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് NCERT തന്നെയാണ് സിലബസ് ആയിട്ട് പറയുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ട് നമ്മുടെ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സാം പേപ്പറാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി എക്സാമിനേഷന്റെ ചോയ്സ് ഓഫ് ടെസ്റ്റ് പേപ്പർ. കാൻഡിഡേറ്റ് മേ ചൂസ് അപ് ടു എ മാക്സിമം ഓഫ് 5. കഴിഞ്ഞ പ്രാവശ്യം അത് 6 ആയിരുന്നു.
So 5 including languages, general aptitude test, irrespective of subjects opted in class 12. അതായത് ക്ലാസ് 12 നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ +2 ഇന്ന സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ AMU സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കില്ല. ബട്ട് നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റും വേണമെങ്കിൽ നമുക്ക് എന്തിന് ചൂസ് ചെയ്യാവുന്നതാണ്, എക്സാം എഴുതാൻ ചൂസ് ചെയ്യാവുന്നതാണ്. നൗ മാർക്കിംഗ് സ്കീം ഇൻട്രസ്റ്റിംഗ് ആണ്. 5 മാർക്സ് ആണ് കറക്റ്റ് ആൻസറിനുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് -1 തന്നെയാണ്. സോ 5 മാർക്ക് ഉള്ളതുകൊണ്ട് -1 മാർക്ക് ഉള്ളതുകൊണ്ടും ഗസ് ചെയ്യുന്നത് പോലും ഒരു തരത്തിൽ നമുക്ക് പ്രോബബിലിറ്റി അനുസരിച്ച് പോസിറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. സോ അതിലേക്ക് നമുക്ക് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയല്ല, പക്ഷെ പറഞ്ഞു എന്ന് മാത്രം. സോ 5 മാർക്സ് ഉണ്ട്. എത്ര ചോയ്സസ് ആണെന്നുള്ള കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല. ഈവൻ 5 ചോയ്സസ് ആണെങ്കിൽ പോലും അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാമുകൾ ഒന്നും തന്നെ ഇല്ല. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഓരോ ടെസ്റ്റ് പേപ്പറിലും 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷം അതിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ചില ടെസ്റ്റ് പേപ്പറുകൾ മാത്തമാറ്റിക്സിലൊക്കെ കൂടുതൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറുകളിൽ 45 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ 50 ക്വസ്റ്റ്യൻസ്, ടൈം ഡ്യൂറേഷനിൽ 50 മിനിറ്റ്സ് 60 മിനിറ്റ്സ് ഒക്കെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കോമൺ ആക്കിയിട്ടുണ്ട്. സോ ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി, ചോയ്സസ് ഇല്ല. കഴിഞ്ഞ വർഷം ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡ്യൂറേഷൻ ഈച്ച് ടെസ്റ്റ് പേപ്പർ വുഡ് ബി 60 മിനിറ്റ്സ്. സോ ദാറ്റ് മീൻസ് 1 മണിക്കൂറാണ് ടെസ്റ്റ് പേപ്പർ. അപ്പോൾ 5 ടെസ്റ്റ് പേപ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ നമുക്ക് എക്സാം ഉണ്ടാവും. സോ പ്രോബബിളി അത് ഡിഫറെൻറ്റ് ഡേയ്സിലായിട്ടാവും എക്സാം പേപ്പറുകൾ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എവിടെയും കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല. ദ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഓൺ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഡിപ്പെൻഡിംഗ് ഓൺ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് സബ്ജക്ട് ചോയ്സസ്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്ന കാര്യം കാൻഡിഡേറ്റ് മേ സെലക്ട് ദ സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ എ പ്രോഗ്രാം ഓഫ് എ ഡിസൈഡ് യൂണിവേഴ്സിറ്റി. നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ICAR അഗ്രികൾച്ചർ കൗൺസിലിൽ അഗ്രികൾച്ചർ റിസർച്ചിൽ നമുക്ക് BTechന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ എഴുതണം. അതേസമയം തന്നെ നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ട സബ്ജക്റ്റുകൾ, അപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമ്മൾ ഡിസയർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുടെ റിക്വയർഡ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 5 എണ്ണം സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാക്സിമം 5 സാധിക്കുള്ളൂ, അതിൽ കൂടുതൽ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്. മാർക്കിംഗ് സ്കീം 5 മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഈച്ച്, ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ ഓഫ് 1 മാർക്ക്. അതായത് -1 +5 -1 ആണ് മാർക്കിംഗ് സ്കീം. നൗ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ആ ലാംഗ്വേജസ് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാഠി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. ഇത്രയാണ് 13 ലാംഗ്വേജസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് 23 ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ, ആന്ത്രോപോളജി അങ്ങനെ വന്നിട്ട് നമുക്ക് സയൻസ് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഇവിടെ ഉണ്ട്. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് അതിനൊക്കെ ഒരേ എക്സാം തന്നെയാണ്. അതുപോലെ ഫിസിക്സ്, ഓക്കെ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. ബയോളജി ഹാസ് ടു ബി സംവെയർ. ബയോളജി. അപ്പോൾ നമ്മൾ സയൻസ് സബ്ജക്റ്റുകളുണ്ട്, അതല്ലാത്ത സബ്ജക്റ്റുകളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഫൈൻ ആർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഇതാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഓൾ ദ റിമൈനിങ് ലാംഗ്വേജസ്. അതായത് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എവിടെയെങ്കിലും ലെറ്റ്സ് സേ ഫ്രഞ്ച് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് താല്പര്യപ്പെടുന്നവരും എഴുതേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. കഴിഞ്ഞ വർഷം ഈ ലാംഗ്വേജസും സെപ്പറേറ്റ് എക്സാമുകൾ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അതില്ല. ഇനി ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് പേപ്പർ ഓൺ എന്റർപ്രണർഷിപ്പ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫാഷൻ സ്റ്റഡീസ്, അതിനും നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് എഴുതേണ്ടത്. ഓൾറൈറ്റ്. നൗ കേരളത്തിൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സെന്റർ ഉണ്ട്. അതിൽ തന്നെ ഐ തിങ്ക് ആലപ്പുഴയിലും ചെങ്ങന്നൂരും സെന്റർ ഉണ്ട്, എറണാകുളത്തും മൂവാറ്റുപുഴയും സെന്റർ ഉണ്ട്. സോ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സെന്ററുകളുണ്ട്. 4 എക്സാം സെന്ററുകളാണ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുക. 4 ചോയ്സസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസസ് കേരളത്തിൽ സാധാരണ എല്ലാവർക്കും അതാത് ഡിസ്ട്രിക്റ്റുകളിൽ തന്നെ എക്സാം സെന്റർ കിട്ടാറുണ്ട്. ഓൾറൈറ്റ്. നൗ അതോടുകൂടി നമ്മൾ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഇപ്പോഴും നമുക്ക് വെബ്സൈറ്റിൽ എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് CUET.NTA.NIC.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവിറ്റേഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ടാബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് കാണാം. സോ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റിന്റെ 5 കാറ്റഗറി: സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, ഡീംഡ്, പ്രൈവറ്റ്, അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരുപാടെണ്ണം
ടോട്ടൽ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ഇനിയും ചിലപ്പോൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട്. നൗ ഫോർ എക്സാമ്പിൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു കോഴ്സിന് ഫോർ എക്സാമ്പിൾ നമുക്ക് BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ഓണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ടെസ്റ്റ് പേപ്പറുകൾ, അതായത് ഡൊമൈൻ ജനറൽ ഓപ്ഷണൽ ലാംഗ്വേജസ് മാപ്പ് ടു ദ പ്രോഗ്രാം ഓഫേർഡ് ഇൻ കോഴ്സ്, അതായത് ഓക്കെ. സോ നമ്മൾ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത് BSc ഓണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 4 എണ്ണമായി. അപ്പോൾ ഈ കോഴ്സിന് പോകാൻ താല്പര്യപ്പെടുന്ന ആൾ ഈ 4 എഴുതിയിരിക്കണം. ഓക്കെ. ഇനി അത് കൂടാതെയുള്ള മറ്റൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് / ബയോളജി ഓർ ജോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ് ആർ ഇക്വലന്റ് എന്ന് വെച്ചാൽ അതിനൊരു 50% മാർക്കൊക്കെ വാങ്ങിയുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ സ്കോർ ചെയ്തു എന്ന് വിചാരിച്ചാൽ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ പോസിബിൾ അല്ല. തിരിച്ച് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, പക്ഷേ നമ്മൾ ടെസ്റ്റ് പേപ്പറിൽ ഫിസിക്സ് എഴുതിയില്ല എങ്കിൽ ഈ പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ എന്ന ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുന്ന 5 പേപ്പറുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി 3 ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ്. അപ്പോൾ മറ്റുള്ള ഒരുപാട് കോഴ്സുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ BA ഹിന്ദി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മാത്രം മതി. ഓക്കെ. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, MSc ഫിസിക്സിലുണ്ട്. സോ അവിടെയുള്ള കോഴ്സ് വേണ്ടി വരുന്നത് മാത്തമാറ്റിക്കൽ സയൻസിൽ MSc ആണെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ക്വാളിഫയിങ് പേപ്പർ ഇംഗ്ലീഷ്. പിന്നെ മിനിമം 60% മാർക്ക് വേണം +2. അത് ഫിസിക്സ് ആണെങ്കിൽ കോർ പേപ്പർ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. ഓക്കെ. ക്വാളിഫയിങ് പേപ്പർ ഇംഗ്ലീഷിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. സോ അതും എഴുതിയിരിക്കണം. പിന്നെ 60% മാർക്ക് വേണം. അപ്പോൾ അതാത് യൂണിവേഴ്സിറ്റികൾക്കനുസരിച്ച് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ അവിടെയുള്ള കോഴ്സുകൾക്ക് ഫോർ എക്സാമ്പിൾ BSc ബയോടെക്നോളജി, ബയോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി, ഇതിലേതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി ഇത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ BSc കോഴ്സുകളാണ് എങ്കിൽ BSc കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ്, അതിന് വേണ്ട ടെസ്റ്റ് പേപ്പറുകൾ പരമാവധി നമുക്ക് 5 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുന്ന തരത്തിൽ 5 കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെബ്സൈറ്റിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് CUET-യിലൂടെ നമുക്ക് കിട്ടുന്നത്. നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ അതിന് അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.